രാത്രികാലത്തെ ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ എമ്മയോൺ സാറിനെ ഓർത്താൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ ദാസന ദൈവസഭയുടെ വ്യക്തിയോടുള്ള വന്ദനം അറിയിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെ ദൈവസല്ലായിരിക്കാം. കർത്താവിൻ്റെ വലിയ ദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ഇവിടെയുള്ള PMG യൂത്ത്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ പകൽക്കാലം ദൈവജനമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ ഇങ്ങനെ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ടദാസൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നടക്കുന്ന 4 കാര്യങ്ങളെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എഫേസൂസ് സഭ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ഉടലെടുത്ത സഭയാണ്. പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ പൗലോസ് എഫേസൂസിൽ ചെന്നു. ആ 3-ാം മിഷണറി യാത്രയിലാണ് എഫേസൂസിൽ സഭ ഉടലെടുക്കുന്നത്. ആ സഭയുടെ ഉൽപ്പത്തിയെപ്പറ്റി നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലാണ് നമ്മളെ കാണുന്നത്. ഒത്തിരി പ്രതികൂലങ്ങൾ സഹിച്ച പൗലോസ് എഫേസൂസിൽ പ്രവർത്തിച്ചു. അനുഗ്രഹിക്കപ്പെട്ട സഭ അവിടെ ഉടലെടുത്തു. പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളിലൊന്ന് ഈ എഫേസ്യ ലേഖനമാണ്. ഇത് കാരാഗൃഹ ലേഖനങ്ങളിൽ ഒരു ലേഖനം കൂടിയാണ്. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസിയ ലേഖനം, ഫിലേമോൻ്റെ ലേഖനം, തിമത്യോസിൻ്റെ 2-ാം ലേഖനം. ഈ 5 ലേഖനങ്ങളാണ് കാരാഗൃഹത്തിൽ കടന്നുകൊണ്ട് പൗലോസ് എഴുതിയത്. 1-ാം പ്രാവശ്യം റോമിലെ കാരാഗൃഹത്തിൽ കടക്കുമ്പോൾ 4 ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസി ലേഖനം, ഫിലേമോൻ്റെ ലേഖനം. അവിടെ നിന്ന് വിടുതൽ കിട്ടി. മതത്തിൻ്റെ പേരിലാണെന്ന് പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചത്. യവനന്മാരെ, ജാതികളെ യെരൂശലേം ദേവാലയത്തിൽ കയറ്റി അത് തീണ്ടിച്ച് കളഞ്ഞു എന്നൊരു കുറ്റം ആരോപിച്ചാണ് പൗലോസിനെ വിസ്തരിക്കുകയും റോമിലെ കാരാഗൃഹത്തിൽ കടക്കുവാനിടയാകുകയും ചെയ്ത് അതിന് വിടുതൽ കിട്ടി. 2-ാം വട്ടം രാജ്യദ്രോഹ കുറ്റം അവൻ്റെ മേൽ ആരോപിച്ചു. 2-ാമതങ്ങ് റോമിലെ കാരാഗൃഹത്തിൽ അടച്ചു. അന്നേരം എഴുതിയ ലേഖനമാണ് തിമത്യോസിൻ്റെ 2-ാം ലേഖനം. തുടർന്ന് പൗലോസിൻ്റെ ശിരച്ഛേദം നടക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലേഖനമായി വേദപണ്ഡിതന്മാർ കാണുന്നത് എഫേസ്യ ലേഖനമാണ്. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ എഫേസ്യ ലേഖനത്തിന് പല പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1, ക്വീൻ ഓഫ് എപ്പിസിൽസ്, ലേഖനങ്ങളുടെ രാജ്ഞി. 2, ഹെവൻലി എപ്പിസിൽ, സ്വർഗീയ ലേഖനം. 3, ഏഴുകളുടെ ലേഖനം. എഫേസ്യ ലേഖനത്തിൽ ഒത്തിരി 7 കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ 2 പുസ്തകങ്ങളെയാണ് 7കളുടെ പുസ്തകമായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഒന്ന് എഫേസ്യ ലേഖനം, മറ്റൊന്ന് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ ഒത്തിരി 7 കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. ഈ എഫേസ്യ ലേഖനത്തിലും ധാരാളം 7കൾ കാണുവാനായിട്ട് കഴിയുന്നു. ഈ ലേഖനത്തെ ശ്രേഷ്ഠ ലേഖനമായി കാണുവാനുള്ള ഒരു കാരണം കൺസ്ട്രക്ഷൻ ഓഫ് ചർച്ച്, സഭയുടെ കെട്ടുപണി മനോഹരമായി പൗലോസ് ചിത്രീകരിച്ചിരിക്കുന്ന ലേഖനമാണ് എഫേസ്യ ലേഖനം. പുതിയ നിയമ സഭയുടെ യഥാർത്ഥ ചിത്രം കാണണമെങ്കിൽ എഫേസ്യ ലേഖനത്തിൽ കൂടെ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. സഭ എന്താണ്, അതിനെപ്പറ്റി മനോഹരമായി പൗലോസ് എഫേസ്യ ലേഖനത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. 6 അധ്യായങ്ങളാണ് എഫേസ്യ ലേഖനത്തിലുള്ളത്. ഓരോ അധ്യായത്തിലും സഭയുടെ ഓരോ മുഖങ്ങളാണ് പൗലോസെ വരച്ചു കാട്ടുന്നത്. 1-ാം അധ്യായത്തിൽ പൗലോസെ വരച്ചു കാട്ടുന്ന ദൈവസഭ, ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഇനി വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. 1-ാം അധ്യായം 23-ാം വാക്യം, ഒടുവിലത്തെ വാക്യം.
അങ്ങനെയെങ്കിൽ ആ ശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങളാണെന്ന് പാൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും. ഒരവയവം വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുവിശ്വാസി വേദനിക്കുമ്പോൾ അത് നമ്മുടെ മുഴുവൻ വേദനയാണ്. ഒരവയവം മാനിക്കപ്പെടുമ്പോൾ ശരീരത്തിന് മുഴുവൻ മാന്യതയാണ്. അപ്പോൾ തന്നെ ഒരു അവയവം അപമാനിക്കപ്പെടുമ്പോൾ അത് ശരീരത്തിന് മുഴുവനും അപമാനം സൃഷ്ടിക്കുന്നതാണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശു ക്രിസ്തുവിൻ്റെ 3 ശരീരങ്ങളെ പറ്റി ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ ശരീരമെന്ന് പറഞ്ഞാൽ ഏത് ശരീരം? യേശു ക്രിസ്തുവിൻ്റെ 3 ശരീരങ്ങളെ പറ്റി നാം ബൈബിളിൽ കാണും. ഒന്ന്, അവൻ്റെ പേഴ്സണൽ ബോഡി, ആളത്വ ശരീരം. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. ആ ആ ആ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അവിടെ ജഡമെന്ന് പറയുന്നത് ബോഡി. ആ ബോഡി പേഴ്സണൽ ബോഡി, ആളത്വ ശരീരം. നമ്മളെപ്പോലൊരു ശരീരം കർത്താവിനുണ്ടായിരുന്നു. 33.5 വർഷം ആ ശരീരത്തിലാണ് കർത്താവ് ഭൂമിയിൽ നടകൊണ്ടത്. നമ്മെ അടിച്ചാൽ നാം എങ്ങനെ വേദനിക്കുമോ അതുപോലെ കർത്താവ് വേദന സഹിച്ചു. ആ ശരീരത്തിലാണ് മാനവജാതിയുടെ പാപം കർത്താവ് വഹിച്ചത്. പാപം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശരീരത്തെ പിതാവായി ദൈവം ന്യായം വിധിച്ചു. ആ ന്യായവിധിയുടെ ചിത്രമാണ് നമുക്ക് ക്രൂശിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ആ ശരീരത്തെ തകർത്ത് കളഞ്ഞു. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ വാക്യത്തോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. അങ്ങനെയെങ്കിൽ ആരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയില്ല? അതിൻ്റെ മറുപടി ഞാനും നിങ്ങളുമാണ് കൊടുക്കേണ്ടത്. എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നാഞ്ഞിട്ട് സ്വന്തം ഓമനപ്പുത്രനെ തകർത്ത നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം വർണ്ണിക്കുവാൻ കഴിയയില്ല. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആ ജഡമെന്ന് പറയുന്നത്, ബോഡി എന്ന് പറയുന്നത് പേഴ്സണൽ ബോഡി, ആളത്വ ശരീരം. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ ശരീരം സിംബോളിക് ബോഡി, അടയാള ശരീരം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം. ആ, ഇതെന്റെ ശരീരം, ദിസ് ഈസ് മൈ ബോഡി എന്ന് പറയുമ്പോൾ ആളത്തെ ശരീരമല്ല കൊടുക്കുന്നത്. പേഴ്സണൽ ബോഡി, ആളത്തെ ശരീരം അവിടെ ഇരിപ്പുണ്ട്. തിരുവത്താഴത്തിൽ ഈ അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇതെന്റെ ശരീരമാണ്. ഈ ശരീരം അവന്റെ അടയാള ശരീരം, സിംബോളിക് ബോഡി. കത്തുമേശയിലെ അപ്പവും വീഞ്ഞും അത് നിദാനിക്കുന്നു. ഒന്ന് പേഴ്സണൽ ബോഡി, ആളത്തെ ശരീരം. 2 സിംബോളിക് ബോഡി, അടയാള ശരീരം, കത്തുമേശയിലെ അപ്പവീഞ്ഞുകൾ. ഇനി 3-ാമത്തെ ശരീരമാണ് നമ്മളിവിടെ കണ്ടത്, മിസ്റ്റിക്കൽ ബോഡി, മാർമിക ശരീരം. അതവന്റെ സഭയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം ഇവിടെ വായിച്ചു. അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ആ ശരീരമെന്ന് പറയുന്നത് മാർമിക ശരീരമാണ്. ദൈവത്തിന്റെ സഭ ക്രിസ്തുവിന്റെ മാർമിക ശരീരം. എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പൗലോസ് വരച്ചു കാട്ടുന്ന സഭയുടെ ചിത്രം, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ശിരസാകുന്ന ക്രിസ്തു ആജ്ഞാപിക്കുന്നത് പ്രവർത്തിക്കുവാൻ ശരീരം ബാധ്യസ്ഥരാണ്. കർത്താവ് എന്ത് കൽപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ അവനെ അനുസരിക്കണമെന്നുള്ള ഒരു ബുദ്ധിപദേശവും നമുക്കവിടെ കണ്ടെത്തുവാൻ കഴിയുന്നു. 2-ാം അധ്യായത്തിൽ പൗലോസെ വരച്ചു കാട്ടുന്ന സഭ, ചർച്ച്, ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്. 2-ാം അധ്യായം 20
21, 22 വാക്യങ്ങൾ. ആ, ഒന്നിച്ചു പണിതു വരുന്നു വിശുദ്ധ മന്ദിരമായി. ചർച്ച് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അവൻ്റെ മന്ദിരങ്ങളാണ്. കൈപ്പണിയായതിൽ ഇന്ന് ദൈവം വാസം ചെയ്യുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ മന്ദിരത്തിലെ ജീവനുള്ള കല്ലുകളാക്കി അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവേശുവാണ് ഇതിൻ്റെ മൂലക്കല്ല്. പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ മുകളിൽ ജീവനുള്ള കല്ലുകളായി എന്നെ നിങ്ങളെ ഇങ്ങനെ പണിത് മുമ്പോട്ട് പോവുകയാണ്. കല്ല് വയ്ക്കുമ്പോൾ താഴെ 2 കല്ലുകളുണ്ട്, അതിന് മുകളിലാണ് മറ്റൊരു കല്ല് വയ്ക്കുന്നത്. നമ്മളെ ദൈവസഭയിൽ കല്ലാക്കി വെച്ചപ്പോൾ, ആദ്യമായി വെച്ചപ്പോൾ നമ്മെ താങ്ങാൻ താഴെ കല്ലുകളുണ്ടായിരുന്നു. സന്തോഷകരമാണ്, സുഖകരമാണ്, ഒരു പ്രയാസവും ഇല്ല. നമ്മളെ താങ്ങി കുറച്ച് കല്ല് താഴെ നിപ്പുണ്ടായി. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇടത്തും വലത്തും ചില കല്ലുകൾ ഇങ്ങനെ കയറി വന്നു. അപ്പോൾ അല്പ അസ്വാതന്ത്ര്യം. മറ്റേ സ്വാതന്ത്ര്യക്കുറവൊന്നും ഇല്ലായിരുന്നു. സ്വാതന്ത്ര്യമായിട്ട് മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ 2 വശത്തും കല്ലുകൾ കയറി വന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകളിൽ വേണ്ട 2-3 കല്ല്. അപ്പോൾ നമ്മളെ താങ്ങാൻ കല്ലുകളുണ്ട്, അപ്പോൾ തന്നെ നമ്മൾ മറ്റു ചില കല്ലുകളെ താങ്ങുന്നുണ്ട്. ഈ നിലയിലാണ് ദൈവം നമ്മളെ ആലയത്തിൽ കല്ലുകളാക്കി വച്ചിരിക്കുന്നത്. നമ്മളെ മറ്റുള്ളവരെ താങ്ങുന്നു, അപ്പോൾ തന്നെ നാം മറ്റുള്ളവരെ താങ്ങിക്കൊണ്ട് ഈ ആലയത്തിന്റെ കല്ലുകളായി ദൈവാലയത്തിൽ നമ്മൾ നിൽക്കുന്നു. ചർച്ച് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ്, ആലയമാണ്. 3-ാം അധ്യായത്തിൽ പൗലോസ് ചിത്രീകരിക്കുന്ന സഭയുടെ ചിത്രം, ചർച്ച് ദ മിസ്റ്ററി. സഭ അതൊരു മർമ്മമാണ്. 3-ാം അധ്യായം 3 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. ആ, 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 ആ. ഇതാണ് ആ മർമ്മം. പൂർവകാലത്ത്, പഴയ നിയമകാലത്ത് യഹൂദന് മറഞ്ഞു കിടന്നൊരു വിഷയമുണ്ടായിരുന്നു. ഈ പുതിയ നിയമകാലത്ത് ജാതികളും ക്രിസ്തുവിൽ ഏക ശരീരസ്ഥരായി, വാഗ്ദത്തത്തിന്റെ പങ്കാളികളായി, ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരുമെന്നുള്ള കാര്യം പൂർവകാലത്ത് മറഞ്ഞിരുന്ന വിഷയമാണ്. യഹൂദൻ കരുതി അവനാണ് മെശിയ, അവനാണ് ന്യായപ്രമാണം, അവനാണ് വാഗ്ദത്തം, എല്ലാം അവനാണ്. എന്നാൽ അവർക്ക് മറവായി കടന്ന ഒരു മർമ്മമുണ്ടായിരുന്നു. ജാതികളും ക്രിസ്തുവിന്റെ മണവാട്ടി സഭയിൽ ഉൾപ്പെടും. അപ്പോൾ 3-ാം അധ്യായത്തിലെ സഭയെന്ന് പറയുന്നത്, സഭ അതൊരു മർമ്മമാണ്. ജാതികളായ നാം കൃപയാൽ ഈ സഭയിൽ അംഗങ്ങളായി, ക്രിസ്തുവിനോടൊപ്പം ഏക ശരീരസ്ഥരായി യഹൂദനോടൊപ്പം ഒരു ശരീരമായി കർത്താവിനോടൊപ്പം വാഗ്ദത്തത്തിന്റെ പങ്കാളികളായി തീർന്നു. സഭ അതൊരു മർമ്മമാണ്. 4-ാം അധ്യായത്തിലെ സഭ, മിനിസ്റ്ററിംഗ് ചർച്ച്, ശുശ്രൂഷിക്കുന്ന സഭ. 4-ാം അധ്യായം 11-ാം വാക്യം, 11-ാമത്തെ വാക്യം. 4-ാം അധ്യായം 11-ാം വാക്യം. ആ, ആ,
ആ ആ ആ ആ ഇതിനാണ് ശുശ്രൂഷന്മാരെ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നത്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ടുള്ള ശുശ്രൂഷ, ആ വേലയ്ക്ക് വേണ്ടി കർത്താവ് സഭയിൽ ശുശ്രൂഷ വൃന്ദത്തെ നിയമിച്ചിരിക്കുന്നു. സഭ ശുശ്രൂഷിക്കുന്ന സഭയാണ്. അതാണ് 4-ാം അധ്യായത്തിൽ പൗലോസ് സഭയെ ചിത്രീകരിക്കുന്നത്. 5-ാം അധ്യായത്തിലെ സഭ, ചർച്ച് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്, സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. 5-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലാണ് വായിക്കേണ്ട. ആ അധ്യായം അവസാനിക്കുന്ന 32-ാം വാക്യത്തിൽ ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പ്രസ്താവിച്ചിരിക്കുന്നു. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ആ പാരഗ്രാഫ് ശ്രദ്ധിച്ചാൽ ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി ചെയ്ത, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ചെയ്ത 4 കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ടേ കഴിയും. ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി, മണവാട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? 1, 25-ാം വാക്യം. ഇതാണ് ഒന്നാമത് ചെയ്തത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചു. സഭയ്ക്ക് വേണ്ടി ഒന്നാമത് ക്രിസ്തു ചെയ്തത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചു. രണ്ടാമത് ക്രിസ്തു ചെയ്തത് 26-ാം വാക്യം. 26-ാം വാക്യം, അവനവളെ 2, അവൻ തന്റെ സഭയെ വെടിപ്പാക്കി. 1 സ്നേഹിച്ചു, 2 അവൻ അവളെ വെടിപ്പാക്കി വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. 3, 27-ാം വാക്യം. 27-ാം വാക്യം, വെടിപ്പാക്കി ഏൽപ്പിച്ചു കൊടുത്തു. എവിടെയാണ് കർത്താവ് സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്? കാൽവരി ക്രൂശിലാണ്. മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് പിതാവിനാൽ തള്ളപ്പെട്ട് അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയത് സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. 4, 29-ാം വാക്യം. 29-ാം വാക്യം. ഇതാണ് 4-ാമത്തെ കാര്യം, പോറ്റിപ്പുലർത്തി. ക്രിസ്തു സഭയെ സ്നേഹിച്ചു, ക്രിസ്തു സഭയെ വെടിപ്പാക്കി, ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, ക്രിസ്തു സഭയെ പോറ്റിപ്പുലർത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ പോറ്റിപ്പുലർത്തുവാൻ ഈ കർത്താവ് മതിയായവനും വിശ്വസ്തനുമാണെന്ന് കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കർത്താവ് അന്ത്യം വരെ നമ്മളെ പോറ്റിപ്പുലർത്തുവാൻ ശക്തനാണ്. സഭയെ പോറ്റിപ്പുലർത്തുന്ന ചുമതല ഈ ക്രിസ്തുവിനാണ്. അവൻ നമ്മളെ പോറ്റുന്നു, അവൻ നമ്മളെ പുലർത്തുന്നു. ഈ ദൈവം എന്നുമെന്നേക്ക് നമ്മുടെ ദൈവം. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്നുള്ള വാഗ്ദത്തവും നമ്മോടുള്ള വാഗ്ദത്തമാണ്. സ്തോത്രം. അതെല്ലാം കരുതാനില്ലെങ്കിലും കരുതുന്ന ഒരുവൻ നമുക്കായിട്ടുണ്ട് ദൈവമക്കളെ. അവൻ നമുക്ക് തലമുറകളെ തന്നെങ്കിൽ അവർക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പൂജ്യം ഈ 2015 കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ മാതാവേ, പിതാവേ, നിനക്കിടിയാൻ പോകുകയാണ്. സ്തോത്രം. രക്തം ജയം. 5-ാം അധ്യായത്തിലെ ദൈവസഭ, ചർച്ച് ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. 6-ാം അധ്യായത്തിലെ സഭ, എ ഫൈറ്റിംഗ് ചർച്ച്, യുദ്ധം ചെയ്യുന്ന സഭ. 6-ാം അധ്യായം 10 തൊട്ടുള്ള 18 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടൊന്നുമല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോടൊന്നൊക്കെ അവിടെ പൗലോസെ ചിത്രീകരിക്കുന്നുണ്ട്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ദൈവസഭ. നമുക്കൊരു ശത്രുവുണ്ട്, നമുക്കൊരു യുദ്ധമുണ്ട്.
ഈ ശത്രുവിനോട് നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നാം എങ്ങനെ ഈ ശത്രുവിനോട് യുദ്ധം ചെയ്യണമെന്ന് അവിടെ പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. 3 വിധത്തിൽ ശത്രുവിനോട് യുദ്ധം ചെയ്യണമെന്ന ആ പാരഗ്രാഫിലുണ്ട്. 1, 11-ാം വാക്യം. അപ്പോൾ 1, എതിർത്ത് നിൽക്കണം. അവനോട് എതിർത്ത് നിൽക്കണം. അവൻ നമുക്കെതിരെ യുദ്ധത്തിന് വരുമ്പോൾ നാം അവനോട് എതിർത്ത് നിൽക്കണം. ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് വന്നപ്പോൾ ശൗലും അവന്റെ പടജനവും പുറകോട്ട് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവനെ എതിർത്തുകൊണ്ട് ഒരുത്തൻ ആ പടക്കളത്തിൽ വന്നു. നീ നിന്ദിച്ചു പറഞ്ഞിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരായി വരുന്നു എന്ന് പറഞ്ഞ എതിർത്ത് നിന്ന് ആ ദാവീദ് ഗോലിയാത്തിനെ തകർത്തെങ്കിൽ നാം ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. ഇനി 2, 13-ാം വാക്യം. അപ്പോൾ 2, ഉറച്ചു നിൽക്കണം. 1, എതിർത്ത് നിൽക്കണം. 2, ഉറച്ചു നിൽക്കണം. കുറച്ചുനാൾ എതിർത്ത് നിന്നേച്ച് പിന്നെ മാതൃകയല്ല, ഉറച്ചു നിൽക്കണം. പഴയത് മാസികയിൽ ഒരു ഭാവന വന്നത് കാർട്ടൂൺ, പക്ഷെ നിങ്ങളും കണ്ടു കാണും. ഒരു ഉപദേശി ഒരു ഭൂതത്തെ ഇറക്കാനിരിക്കുക. അപ്പോൾ ഈ ഉപദേശി ഭൂതത്തോട് പറഞ്ഞു, വിട്ടുപോകാമോ? പറഞ്ഞാൽ ഭൂതം പറഞ്ഞു പോകത്തില്ല. പിന്നെ ഉപദേശി പറയുക, വിട്ടുപോകാമോ? പോകത്തില്ല. 3ാമത് ചോദിച്ചു, വിട്ടുപോകാമോ? പോകത്തില്ല. നീ പോകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പോവുക എന്ന് പറഞ്ഞ ഉപദേശി അങ്ങ് പോയി. ഉറച്ചു നിൽക്കണം. 1, എതിർത്ത് നിൽക്കണം. 2, ഉറച്ചു നിൽക്കണം. ഇനി 3, 16-ാം വാക്യം. 3, എടുത്തുകൊണ്ട് നിൽക്കണം. എതിർത്ത് നിൽക്കണം, ഉറച്ചു നിൽക്കണം, എടുത്തും കൊണ്ട് നിൽക്കണം. എന്തെടുക്കണം? ആയുധം എടുത്തുകൊണ്ട് നിൽക്കണം. വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. നമുക്ക് യുദ്ധക്കളമുണ്ട്, നമുക്കൊരു ശത്രുവുണ്ട്. ഈ യുദ്ധത്തിൽ ജയം നമുക്കുള്ളതാണ്. ഇങ്ങനെ പൗലോസ് ഓരോ അധ്യായങ്ങളിൽ ദൈവസഭയുടെ ഓരോ മുഖങ്ങൾ വരച്ചു കാട്ടുകയാണ്. ഞാൻ ഓർപ്പിച്ചു, ഈ എഫേസ്യ ലേഖനത്തിലെ ഒരു പേര് 7കളുടെ പുസ്തകം എന്നാണ്. ഒത്തിരി 7കൾ. ഒരു സബ്ജക്റ്റ് എടുത്താൽ അതിന് 7 പോയിന്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒത്തിരി 7കൾ എഫേസ്യ ലേഖനത്തിലുണ്ട്. അത് ചിലതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വേഗം വന്നോളാം. 1-ാം അധ്യായത്തിലെ 7 കാര്യം എന്ന് പറയുന്നത് ദൈവ മക്കൾ പ്രാപിച്ച 7 അനുഗ്രഹങ്ങൾ, ദൈവസഭ പ്രാപിച്ച 7 അനുഗ്രഹങ്ങൾ. ഇതാണ് 1-ാം അധ്യായത്തിലെ 7 കാര്യങ്ങൾ. അതേതൊക്കെയാണെന്ന വേഗം ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം. 1-ാമത്തെ അനുഗ്രഹം, 1-ാം അധ്യായം 4-ാം വാക്യം. 1, we are a chosen people. നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ. We are a chosen people. തിരഞ്ഞെടുപ്പ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ വരും. ഈ പണ്ടൊക്കെ ഈ കല്യാണ സദ്യക്ക് വടക്കോട്ടൊക്കെ പോകുമ്പോൾ, ഇപ്പം കാണാതില്ല, ഈ സദ്യ കഴിഞ്ഞ് ഒരു പ്ലേറ്റിൽ ഈ നാരങ്ങ ഇങ്ങനെ കൊണ്ടുവരും. നമുക്കൊന്ന് എടുക്കാം. ഈ കൊണ്ടുവരുമ്പോഴേ നോക്കും ഏതാ വലുതാ ഏതാ കേടില്ലാത്തത്. ഇപ്പം നോക്കി ഒന്നേ തൊട്ടു, മറ്റൊന്നെടുത്തു. തൊട്ടതല്ല എടുത്തത്, തൊട്ടതൊന്നേല് എടുത്തത് മറ്റൊന്നേൽ. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നമ്മൾ പണ്ടൊക്കെ നടത്തുമായിരുന്നു.
അപ്പൊ പലതിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കുക. ഇസ്രായേൽ മക്കളെ പറ്റിയും ധാരാളം വാക്യങ്ങൾ ഇതിനുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം തിരഞ്ഞെടുത്ത ജാതിയാണ് ഇസ്രായേൽ മക്കൾ. ദൈവം തിരഞ്ഞെടുത്ത ജനം. ലോകപ്രകാരം ബുദ്ധിമാന്മാർ അനേകതുണ്ടായിരിക്കെ നമ്മെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായ നമ്മളെ തിരഞ്ഞെടുത്തു. കുലശ്രേഷ്ഠതയുള്ളവരെ ലജ്ജിപ്പാൻ കുലഹീനന്മാരായ നമ്മളെ തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ജ്ഞാനമില്ലാത്ത നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാ? ഒരു ജഡവും തന്നെത്താൻ പ്രശംസിക്കാതിരിപ്പാൻ. ഇപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം, വി ആർ ദ ചോസൻ പീപ്പിൾ. നാം തിരഞ്ഞെടുക്കപ്പെട്ടവർ. രണ്ടാമത്തെ അനുഗ്രഹം, അഞ്ചാം വാക്യം. ആ ആ ആ ആ ആ ആ അതിൻ്റെ അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് കിടക്കുന്നത്. 6-ാം വാക്യം, നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും വിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം ക്രിസ്തുയേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. വി ആർ ആൻ അഡോപ്റ്റഡ് പീപ്പിൾ. നാം ദത്തെടുക്കപ്പെട്ടവരാണ്. സമ്പന്ന കുടുംബങ്ങൾ ഉള്ളവർ ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ളവരെ ദത്ത് കേൾക്കും. ഇതുപോലെ സ്വർഗീയ ഭവനത്തിൽ നമ്മെ അവൻ അഡോപ്റ്റ് ചെയ്തു. അവൻ നമ്മെ ദത്തെടുത്ത് കയറ്റി. യോഗ്യതയുണ്ടായിരുന്നിട്ടല്ല, നമ്മെ അവൻ ദത്തെടുത്തു. ഇതാണ് രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം, 6-ാം വാക്യം. ആ മുൻനിയമിക്കപ്പെട്ടു. വി ആർ എ പ്രീഡെസ്റ്റിനേറ്റഡ് പീപ്പിൾ. മുൻ നിയമിക്കപ്പെട്ടവരാണ് നാം. 1 തിരഞ്ഞെടുത്തു, 2 ദത്തെടുത്തു, 3 മുൻനിയമിച്ചു. ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മളെ മുൻനിയമിച്ചു. 4-ാമത്തെ അനുഗ്രഹം, 7-ാം വാക്യം. വി ആർ എ റിഡീംഡ് പീപ്പിൾ. നാം വീണ്ടെടുപ്പ് പ്രാപിച്ചവനാണ്. വീണ്ടെടുപ്പിന്റെ ഒരർത്ഥം ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത്. അടിമകളെ അടിമച്ചന്തയിൽ നിന്ന് അടിമയെ വിലയ്ക്ക് വാങ്ങുക, ഇതാണ് വീണ്ടെടുപ്പ്. ഈ വാങ്ങിച്ച വ്യക്തിക്ക് ആ ചന്തയിൽ തന്നെ മറുകച്ചവടം ചെയ്യാം. ഈ അടിമയെ വില കൂട്ടി വിൽക്കാം. പക്ഷെ വാങ്ങിച്ച യജമാനൻ വില കൂട്ടി വിറ്റില്ല. വാങ്ങിച്ച യജമാനൻ ആ ചന്തയിൽ നിന്ന് അടിമയായിട്ട് വെളിയിൽ വന്നു. ഈ വിലയ്ക്ക് വാങ്ങുക എന്നതിന് മൂലഭാഷയിൽ അഗോദാസോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ അഗോദാസോ, വിലയ്ക്ക് വാങ്ങിക്കുക, അടിമച്ചന്തയെന്ന്. അതാ വീണ്ടെടുപ്പ്. ഈ വാങ്ങിച്ച വ്യക്തി വിൽക്കാതെ ചന്തയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അതിന് എക്സഗോദാസോ എന്ന് പറയുന്നു. എക്സഗോദാസോ, ഇതാണ് വീണ്ടെടുപ്പ്. നല്ല യജമാനായ കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. നമ്മളെ മറ്റാർക്കും വിറ്റുകളയാതെ അവന്റെ സ്വന്തമാക്കി. അവൻ നമ്മളെ കൊണ്ടുപോയി. വീണ്ടെടുക്കപ്പെട്ടവർ, വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. 5-ാമത്തെ അനുഗ്രഹം, 8-ാം വാക്യം. ആ കണ്ടോ, അവൻ നമുക്ക് ജ്ഞാനവും വിവേകവും തന്നു. We have got wisdom and prudence. ജ്ഞാനവും വിവേകവും ദൈവം നമ്മുടെ ഉള്ളിൽ തന്നു. 6-ാമത്തെ അനുഗ്രഹം, 11-ാം വാക്യം. അപ്പോൾ 6-ാമത്തെ അനുഗ്രഹം, we have got inheritance. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശികളാണ് നാം. അവകാശം പ്രാപിച്ചു. 7-ാമത്തെ ഒടുവിലത്തെ അനുഗ്രഹം, 14-ാം വാക്യം.
14 വാക്യം. ദൈവസഭ പണ്ട് ആരായിരുന്നു? 7 അധപ്പതിച്ച പൂർവകാലി അനുഭവം. പണ്ട് നമ്മൾ ആരായിരുന്നു? 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ആ 7 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 1, നാം പ്രകൃതിയാൽ ജാതികൾ. 2, ആ 2, നാം അഗ്രചർമ്മക്കാർ. 1 പ്രകൃതിയാൽ ജാതികൾ, 2 അഗ്രചർമ്മക്കാർ. ഹൃദയത്തിൻ്റെ ആഗ്രഹം ഛേദിക്കപ്പെടാത്തവരായി ജീവിച്ച ഒരു പഴയകാല അനുഭവം. 3, ക്രിസ്തുവിനെ. അപ്പൊ 3-ാമത്തെ അവസ്ഥ അനുഭവം നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ. 4 ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ. 5 വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യർ. 6 പ്രത്യാശയില്ലാത്തവർ. 7 ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. പണ്ടത്തെ നമ്മുടെ 7 അധപ്പതിച്ച പൂർവകാല അനുഭവം. 1-ാം അധ്യായത്തിൽ പ്രാപിച്ച 7 അനുഗ്രഹം. 2-ാം അധ്യായത്തിൽ നമ്മുടെ അധപ്പതിച്ച 7 പൂർവകാല അനുഭവം. നാം ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കർത്താവ് നമ്മളെ എത്ര കണ്ടു ഉയർത്തിയാലും തിരിഞ്ഞു നോക്കുവാൻ ഒരു 2-ാം അധ്യായം നമുക്കുണ്ടായിരിക്കണം. പണ്ട് നമ്മൾ ആരായിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു 2-ാം അധ്യായം ഉണ്ടായിരിക്കണം. പ്രവാചക ഭാഷയിൽ പറഞ്ഞാൽ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കണം. ബൈബിളിൽ തിരിഞ്ഞു നോക്കുന്നത് മുമ്പോട്ട് നോക്കണം എന്നുള്ള ആഹ്വാനമാണ്. പക്ഷെ തിരിഞ്ഞു നോക്കേണ്ടത് പണ്ട് നമ്മൾ ആരായിരുന്നു എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അതിനാണ് ഈ 2-ാം അധ്യായം പൗലോസ് ഉപയോഗിക്കുന്നത്. 3-ാം അധ്യായത്തിലെ 7 കാര്യങ്ങൾ ഇനിയും പ്രാപിക്കുവാനുള്ള 7 അനുഗ്രഹങ്ങൾ. അതാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് വിശദീകരിക്കുന്നത്. ഇനിയും പ്രാപിക്കുവാനുള്ള 7 അനുഗ്രഹങ്ങൾ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതാണ് 1. ഇനിയും പ്രാപിക്കുവാനുള്ള 1-ാമത്തെ അനുഗ്രഹം അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ആരോടായി പറഞ്ഞത്? 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഏറ്റവരോട്, അഭിഷേകം പ്രാപിച്ചവരോട്. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അഭിഷേകം പ്രാപിച്ചു ശരിയാണ്, പക്ഷേ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 7 ദിവസം യുവജനങ്ങൾ സഭയോട് ചേർന്ന് ഉപവസിക്കുന്നു. എന്തിനു വേണ്ടി? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ. 2 താഴോട്ട് നമുക്ക് വായിക്കാം. ഇതാണ് 2-ാമത്തെ ഇനിയും പ്രാപിക്കുവാനുള്ള അനുഗ്രഹം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം, സ്ഥിരമായി വസിക്കുക. ശൂന്യകാലത്തെ ബത്താനോട് പറഞ്ഞു, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷനാണ്. ചുമതോടെ ഒരു മാളിക മുതി പണിതുണ്ടാക്കാം, ഇനി അവൻ ഇവിടെ സ്ഥിരമായി വസിക്കട്ടെ. പോയി വന്നും ഇരിക്കുന്ന അനുഭവമല്ല, പ്രവാചകൻ ഇവിടെ സ്ഥിരമായി പാർപ്പിക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കണം. ഇതാണ് 2-ാമത്തെ അനുഗ്രഹം പ്രാപിക്കാനുള്ള. താഴോട്ട് വായിക്കാം. 3 സ്നേഹത്തിൽ വേരൂന്നണം. വിഷത്തോടുള്ള ബന്ധത്തിലാണ് ആ പദം അവിടെ നാം കാണുന്നത്, വേരൂന്നണം. 4 ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട്. അപ്പോൾ 4 ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെടണം. അതൊരു കെട്ടിടപ്പണിയോടുള്ള ബന്ധത്തിലാണ് അടിസ്ഥാനമിട്ട് പണിയുക. ഇനി 5 ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും സകല വിശുദ്ധന്മാരോടും കൂടി അറിയണം.
അതാണ് ഇനിയും പ്രാപിക്കുവാനുള്ള ഈ അഞ്ചാമത്തെ അനുഗ്രഹം. ദൈവസ്നേഹത്തിന്റെ നീളം, ഉയരം, ആഴം, വീതി സകല വിശുദ്ധന്മാരുമായിട്ട് പിന്നെയും നമ്മൾ ആരാഞ്ഞറിയണം. ആറാമത്തേത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം. ലവ് ദാറ്റ് പാസത്ത് അണ്ടർസ്റ്റാൻഡിങ്. എന്താ ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ അത് പരിജ്ഞാനത്തിന്റെ സ്നേഹം, അതെല്ലാവർക്കും കഴിയും. പക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിച്ചാൽ, അതിന് കഴിഞ്ഞാൽ അത് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ആ സ്നേഹമാണ് കർത്താവ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി, അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം. ശത്രുക്കളെ സ്നേഹിക്കുന്ന പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഇനിയും നമ്മൾ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഏഴാമത്തെ അനുഗ്രഹം ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നാം അധ്യായത്തിൽ പ്രാപിച്ച 7 അനുഗ്രഹങ്ങൾ, മൂന്നാം അധ്യായത്തിൽ ഇനിയും പ്രാപിക്കുവാനുള്ള 7 അനുഗ്രഹങ്ങൾ. ദൈവസന്നിധിയിൽ നമ്മൾ എത്ര അനുഗ്രഹം പ്രാപിച്ചാലും ഒരു മൂന്നാം അധ്യായം മുന്നിലുണ്ട്. പ്രാപിക്കുവാൻ ദൈവത്തിന്റെ കലവറയിൽ ഇനിയും അനുഗ്രഹങ്ങളുണ്ട്. ആ അഭിവാഞ്ച നമ്മളിൽ ഒരിക്കലും നഷ്ടപ്പെടരുത്. ഓരോ ഉപവാസത്തിലും ഓരോ കൂടിവരവിലും ദൈവത്തിന്റെ കൃപ കൂടുതൽ പ്രാപിക്കുവാനുള്ള അഭിവാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ നമ്മളെ പിന്നെയും പിന്നെയും അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. 4-ാം അധ്യായത്തിലെ 7 കാര്യങ്ങൾ, ദൈവസഭ നിൽക്കേണ്ട 7 ഐക്യതകൾ. 7 ഐക്യതകൾ. അനുഗ്രഹം പ്രാപിച്ചു, ഇതൊക്കെ നല്ലതാണ്. ഒറ്റ തിരിഞ്ഞു പോകാൻ പാടില്ല, ഐക്യതയോടെ നിൽക്കണം. 1 എന്ന് പറയുന്ന 7 കാര്യങ്ങൾ 4-ാം അധ്യായത്തിലുണ്ട്. 4, 5, 6 വാക്യങ്ങൾ. 1 ഹോപ്പ്, ഒരൊറ്റ പ്രത്യാശ. ദൈവസഭയ്ക്ക് ഒരു പ്രത്യാശയേ ഉള്ളൂ. എന്താ? നമ്മുടെ കർത്താവ് പോയതുപോലെ മടങ്ങി വരും. ആ വലിയ പ്രത്യാശ കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. 1 ഹോപ്പ്, ഒരൊറ്റ പ്രത്യാശ. ക്രിസ്തുവിൽ മരിച്ചവ ഉയർത്തെഴുന്നേൽക്കും. അത് ദൈവസഭയ്ക്കുള്ള പ്രത്യാശയാണ്. 1 ഹോപ്പ്. 2-ാമത്തെ ഒന്നെന്ന് പറയുന്ന കാര്യം 1 ബോഡി, ഒരൊറ്റ ശരീരം. ദൈവസഭ ഒരൊറ്റ ശരീരമായിട്ടാണ് നിൽക്കുന്നത്. 1 ബോഡി. അടുത്തത് 1 സ്പിരിറ്റ്, ഒരൊറ്റ ആത്മാവിനെയാണ് നമ്മൾ പാനം ചെയ്തിരിക്കുന്നത്. 4 1 ലോഡ്, ഒരൊറ്റ കർത്താവാണ് നമുക്കുള്ളത്. 5 1 ഫെയ്ത്ത്, ഒരൊറ്റ വിശ്വാസം. ഒരു സഭയ്ക്ക് ഒരു വിശ്വാസമേ ഉള്ളൂ, വിവിധ വിശ്വാസ പ്രമാണങ്ങളൊന്നുമില്ല. 1 ഫെയ്ത്ത്. 6 1 ബാപ്റ്റിസം, ഒരൊറ്റ സ്നാനം. 7 ആ ആ 1 ഗോഡ്, ഒരൊറ്റ ദൈവം. 4-ാം അധ്യായത്തിൽ ദൈവസഭ നിൽക്കേണ്ട 7 ഐക്യതകൾ. 7 ഐക്യതകൾ. 5-ാം അധ്യായത്തിലെ 7 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ 7 അനുഭവങ്ങൾ. 7 എക്സ്പീരിയൻസസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് 9 കൃപാവരങ്ങളുണ്ട്, 9 ബലങ്ങളുണ്ട്, 7 അനുഭവങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ 7 അനുഭവങ്ങളാണ് ഈ 5-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നത്. 18, 19, 20 വാക്യങ്ങൾ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, എന്നാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ. 1 സങ്കീർത്തനങ്ങൾ ഉണ്ടാവും, സാംസ്. 1-ാമത്തെ അനുഭവം സങ്കീർത്തനങ്ങൾ ഉണ്ടാവും. 2 ഹിംസ്,
സ്തുതികൾ നമ്മുടെ നാവിലുണ്ടാകും. 3, സ്പിരിച്വൽ സോങ്സ്, ആത്മീയ ഗീതങ്ങൾ ഉണ്ടാകും. 4, സ്പീക്കിംഗ് ഈച്ച് അതർ, തമ്മിൽ തമ്മിൽ സംസാരിക്കും. അടുത്തതാ മേക്കിംഗ് മെലഡി ഇൻ അവർ ഹാർട്ട് ടു ദ ലോർഡ്, നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവിന് പാട്ടുപാടും. 6, സിംഗിങ്, നമ്മൾ കീർത്തനം ചെയ്യും. ആ ആ എല്ലാറ്റിനും വേണ്ടിയും പ്രൈസിങ്, എല്ലാറ്റിനും അവന് സ്തോത്രം ചെയ്യും. ഈ 7 അനുഭവങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട്. 6-ാം അധ്യായത്തിലെ 7 കൂട്ടം കാര്യങ്ങൾ നാം ധരിക്കേണ്ട 7 ആയുധങ്ങൾ. നാം ധരിക്കേണ്ട 7 ആയുധങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും 13 തൊട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എതിർപ്പാനും ആ ആ 1-ാമത്തെ ആയുധം സത്യം എന്ന അരക്കെട്ട്, 2 നീതി എന്ന കവചം, 3 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ്, 4 വിശ്വാസം എന്ന പരിച, 5 രക്ഷ എന്ന ശിരസ്ത്രം, 6 ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ. ആ ആ 7-ാമത്തെ ആയുധമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിലെ പ്രാർത്ഥന. ഈ 7 ആയുധങ്ങളെ 2ആയിട്ട് തിരിച്ചാൽ ആദ്യത്തെ 5 ആയുധങ്ങൾ ഒരു ഗ്രൂപ്പാണ്, പിന്നത്തെ 2 ആയുധങ്ങൾ മറ്റൊരു ഗ്രൂപ്പാണ്. ആദ്യത്തെ 5 ആയുധങ്ങൾ ഡിഫൻസീവ് വെപ്പൺസ് എന്ന് പറയും, പ്രതിരോധ ആയുധങ്ങൾ. ഏതൊക്കെ? സത്യമെന്ന അരക്കെട്ട്, അങ്ങോട്ടൊന്നും ചെയ്യാനല്ല, ശത്രുവിന്റെ ആക്രമണം നമുക്കുണ്ടാകാതിരിപ്പാൻ. 2 നീതി എന്ന കവചം, അങ്ങോട്ടൊന്നും ചെയ്യാനല്ല, നമ്മുടെ നെഞ്ചിന് കേടുപറ്റാതിരിപ്പാൻ. 3 കാലിന് ശത്രുവിന്റെ ആക്രമണം നമ്മൾ പതിയാതിരിക്കാൻ. അങ്ങോട്ട് ആക്രമിക്കാൻ 2 ആയുധമേ ഉള്ളൂ, ദൈവവചനം എന്ന വാളും ആത്മാവിലെ പ്രാർത്ഥനയും. ഇതിനകത്തെ ആത്മീയ സന്ദേശം, നമ്മൾ അധികം ശത്രുവിനെ ആക്രമിച്ചില്ലെങ്കിലും ശത്രുവിന്റെ ആക്രമണം നമ്മളിൽ പതിയാതെ നമ്മളെ സൂക്ഷിച്ചോണം. അതിനാണ് 5 ആയുധങ്ങൾ ഈ പടയാളിയെ ഈ കർത്താവ് അണിയിച്ചിരിക്കുന്നത്. 5 ആയുധം കൊണ്ട് അവനെ പൊതിഞ്ഞു. ആക്രമിക്കാൻ 2 ആയുധമേ കൈ കൊടുത്തുള്ളൂ. ദൂതന്മാരുടെ ഒരു ഗണമാണ് സാറാഫുകൾ. അവർക്ക് 6 ചിറകുകളുണ്ട്. 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് കാല് മറച്ചു, 2 കൊണ്ട് പറന്നു. 6 ചിറക് തമ്പുരാൻ ഈ ദൂതന്മാർക്ക് കൊടുത്തപ്പോൾ 4 ചിറക് കൊണ്ട് തങ്ങളെ തന്നെ പൊതിഞ്ഞു. പറക്കാൻ 2 ചിറകെ എടുത്തുള്ളൂ. എന്താ പരമായ വിശ്വാസം? തമ്പുരാൻ നമുക്ക് ഇതുപോലെ 6 ചിറക് തന്നാൽ 1 ചിറക് കൊണ്ട് പൊതിയാവുന്നിടത്തോളം നമ്മൾ പൊതിഞ്ഞേച്ച് 5 ചിറക് കൊടുക്കും പറക്കാൻ. ചിലത് അരച്ചിറക് കൊണ്ട് പൊതിഞ്ഞേച്ച് 5 ചിറക് കൊടുക്കും. നമുക്ക് ഈ പറക്കാനാ ഇഷ്ടം. പറക്കുന്നതിനേക്കാൾ ഉപരി മറയ്ക്കണമെന്നാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ബുദ്ധിപദേശം. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. ഈ എഫേസ്യ ലേഖനത്തിൽ 4 ധനങ്ങളെ പറ്റി പൗലോസ് പറഞ്ഞതും ചൂണ്ടിക്കാണിച്ച ചിന്താവിഷയത്തിലേക്ക് ഞാൻ കടന്നു വന്നോളാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്ന 4 ധനങ്ങളുണ്ട്. നാം പ്രാപിച്ച 4 ധനങ്ങൾ. 1-ാം അധ്യായം 8-ാം വാക്യം. 1-ാം അധ്യായം 8-ാം വാക്യം. കൃപാദനം, കൃപാദനം, റിച്ചസ് ഓഫ് ഗ്രേസ്, കൃപാദനം. ആ കൃപാദനത്തിന് 2-ാം അധ്യായത്തിൽ ഒരു വിശേഷണ പദം കൂടെ കൊടുത്ത് പൗലോസ് പറയുന്നുണ്ട്. 2-ാം അധ്യായം 6-ാം വാക്യം.
കൃപാദാനമെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ പറയുന്നു കൃപയുടെ അത്യന്തധനം, എക്സീഡിംഗ് റിച്ചസ് ഓഫ് ഹിസ് ഗ്രേസ്. അപ്പോൾ നാം പ്രാപിച്ച 1-ാമത്തെ ധനം കൃപാദനം. എന്താണ് ആ കൃപാദനം കൊണ്ട് അർത്ഥമാക്കുന്നത്? 8-ാം വാക്യത്തിലുണ്ട്, 2:8. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ കൃപാദനം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചത്, മുതൽ മുടക്കില്ല. 1-ാമത് നാം പ്രാപിച്ചതന കൃപാദനം, കൃപയാൽ നാം രക്ഷ പ്രാപിച്ചു. 2-ാമത്തെ ധനം 1-ാം അധ്യായം 18-ാം വാക്യം. 18-ാം വാക്യം. ആ 2-ാമത്തെ ധനം റിച്ചസ് ഓഫ് ദ ഗ്ലോറി, മഹിമയുടെ ധനം. നമുക്ക് മഹിമാധനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ലഭിച്ചു? ഈ ഭാഗം വിടാതെ കൊലോസ്യ ലേഖനം 1:27 വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്താ ഈ മഹിമാധനം. 1:27. ആ ഈ മഹിമത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് ആ ഇഷ്ടം തോന്നി. എന്നിട്ട് ആ മഹിമാധനം എന്താണ്? ആ അപ്പോൾ മഹിമാധനം പ്രാപിച്ചു എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ പ്രാപിച്ചു. ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്താണ്? ആ മഹിമാധനം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. കൃപാദനം പ്രാപിച്ചു, കൃപ രക്ഷിക്കപ്പെട്ടു. മഹിമാധനം പ്രാപിച്ചു, ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു. 1 രക്ഷ ലഭിച്ചു, 2 ക്രിസ്തുവിനെ തന്നെ ലഭിച്ചു. എഫേസ്യ ലേഖനത്തിലെ 3-ാമത്തെ ധനം 3-ാം അധ്യായം 16-ാം വാക്യം. 3-ാം അധ്യായം 16-ാം വാക്യം. മഹത്വത്തിന്റെ ധനം. അതിനും ഇംഗ്ലീഷിൽ റിച്ചസ് ഓഫ് ദ ഗ്ലോറിയും തന്നെയാണ് എഴുതിയേക്കുന്നത്. ഞാനിപ്പോൾ ഇതിനെ മറ്റൊന്നായി കാണുകയാണ്. മഹത്വത്തിന്റെ ധനം. 1 കൃപാധനം, നമുക്ക് രക്ഷ ലഭിച്ച ധനം. 2 മഹിമാധനം, ക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു. 3 മഹത്വത്തിന്റെ ധനം. ഈ ധനത്തിന്റെ പ്രത്യേകത എന്താണ്? ബൈബിളിലുണ്ട്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. മഹത്വത്തിന്റെ ധനത്തിന്റെ പ്രത്യേകത എവിടെ കാണുന്നു? ആ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം. അപ്പോൾ അനുദിന ബുദ്ധിമുട്ട് മാറ്റിത്തരുന്ന ധനമാണ് മഹത്വത്തിന്റെ ധനം. കൃപാധനം പ്രാപിച്ച ദൈവമക്കൾ, മഹിമാധനം പ്രാപിച്ച ദൈവമക്കൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്ന 3-ാമത്തെ ധനം മഹത്വത്തിന്റെ ധനം. നമ്മുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായി മാറ്റിത്തരുന്ന ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനമുണ്ട്. സ്തോത്രം. ഇന്ന് ദൈവത്തിലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, പോരായ്മയുണ്ട്, വാടക വീടുകളിൽ താമസിക്കുന്നു, ഞെരുക്കങ്ങളും കടഭാരങ്ങളും ഉണ്ട്. എന്നാൽ ബുദ്ധിമുട്ട് പൂർണ്ണമായി തീർത്തിയതെന്ന ഒരു മഹത്വത്തിന്റെ ധനമുണ്ട്. 4-ാമത്തെ ധനം 3-ാം അധ്യായം 8-ാം വാക്യം. 3-ാം അധ്യായം 8-ാം വാക്യം. ആ അപ്രമേയ ധനം. ഇംഗ്ലീഷിൽ അൺസർച്ചബിൾ റിച്ചസ് എന്ന് എഴുതിയേക്കുന്നു. അൺസർച്ചബിൾ റിച്ചസ്. എത്ര അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ കഴിയാത്ത ധനം. അത് നാം ഇനിയും പ്രാപിക്കുവാനുള്ളതാണ്. റോമാലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് കരുതും. ഇനിയും പ്രാപിക്കുവാനുള്ള തേജസ്, അൺസർച്ചബിൾ റിച്ചസ്. 1 യോഹന്നാൻ 3:2 നാം ഇന്നതാകുമെന്ന് ഇന്നുവരെ ഹല്ലേലൂയ വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. അൺസർച്ചബിൾ റിച്ചസ്. ഈ എഫേസ്യ ലേഖനത്തിൽ ആത്മാവിനാൽ നമ്മളിൽ നടക്കുന്ന 4 കാര്യമുണ്ട്. ഇനി പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. 1:14
പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ നടന്ന ഒന്നാമത്തെ കാര്യം, ആത്മാവിനാൽ മുദ്രയിട്ടു. ആ ആത്മാവിനാൽ നമ്മൾ നടന്ന ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടു. അത്രയും പറഞ്ഞാൽ വ്യക്തമായില്ല. മുദ്രയുടെ പ്രത്യേകത എന്താണ്? ഞാൻ നേരത്തെ പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ തങ്കച്ചമ്പതിൻ്റെ അവിടെ ഞാനന്ന് പ്രസംഗിച്ചപ്പോൾ മുദ്രയുടെ 5 പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞ് 5 കാര്യം പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ പോയി പുസ്തകം ഈ 2 ആഴ്ചയ്ക്കടക്കം പഠിച്ചപ്പോൾ ഒരു പുതിയ കാര്യം കൂടെ കിട്ടി. അപ്പോൾ മുദ്രയ്ക്ക് 6 പ്രത്യേകതയുണ്ട്. ഇനി ഒന്നും കൂടെ കണ്ടുപിടിക്കുമ്പോൾ അന്ന് പറയും 7 പ്രത്യേകതയുണ്ടെന്ന് അന്ന് പറയും. ഇപ്പം 6 എണ്ണം പറയാൻ പോവുകയാണ്. മുദ്ര ഇട്ടു എന്ന് പറഞ്ഞാൽ ആശയം വ്യക്തമല്ല. മുദ്രയുടെ 6 പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാലേ മുദ്രയിട്ടു എന്ന വാക്കിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. മുദ്രയുടെ ഒന്നാമത്തെ ശ്രേഷ്ഠത, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 16-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 16-ാം വാക്യം. 27-ാം അധ്യായം 66-ാം വാക്യം. 66-ാം വാക്യം. മതി, ഇവിടെ മുദ്ര കണ്ടു. അവ ചെന്ന് കല്ലിന് മുദ്ര വെച്ചു. ഈ മുദ്ര പതിച്ചത് ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടി. അതിനാണ് മുദ്ര പതിപ്പിച്ചത്. യേശു കർത്താവിന്റെ ശരീരം അരിമത്തെക്കാനായ യോസേഫിന്റെ കല്ലറയിൽ വെച്ചു. ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചു. എന്നിട്ട് ആ കല്ലിൽ മുദ്ര വെച്ചു. ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പ്. മുദ്രയുടെ ഒന്നാമത്തെ പ്രത്യേകത ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പ്. നമ്മുടെ കുതിവാക്യം, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടു. എന്തിനാ? വീണ്ടെടുപ്പിന് വേണ്ടി. അവൻ നമ്മളെ വീണ്ടെടുത്തു എന്ന ഉറപ്പിന് വേണ്ടിയാണ് ഈ മുദ്ര നമ്മളിൽ പതിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ചു. അതിന്റെ ഉറപ്പിന് വേണ്ടി മുദ്ര പതിപ്പിച്ചു. മുദ്രയുടെ ഒന്നാമത്തെ പ്രത്യേകത, ശ്രേഷ്ഠത, ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പ്. ഈ അർത്ഥത്തിൽ മുദ്ര ബൈബിളിൽ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. 3-4 വാക്യങ്ങൾ വായിക്കാം. ഇതിനുള്ള ബന്ധത്തിലാണ് ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് മുദ്ര പതിപ്പിക്കാതുണ്ട്. റോമാലേഖനം 4-ാം അധ്യായം. റോമാലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം. 11-ാം വാക്യം. മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അബ്രഹാമിന് ലഭിച്ചത് അപ്പോൾ ദൈവം അബ്രഹാമിന് മുദ്ര കൊടുത്തു എന്നാണ് നമ്മൾ വായിച്ചത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് നീതിയായി കണക്കിട്ടു. അത് പരിച്ഛേദനയുടെ സമയത്തല്ലേ, അഗ്രകർമ്മത്തിന്റെ സമയത്താണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യമാണ് പൗലോസ് ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. 15-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എപ്പോൾ? പരിച്ഛേദന ഏൽക്കാതിരുന്ന സമയത്ത്. ആ സമയത്താണ് അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുന്നതും ദൈവം നീതിയായി കണക്കിടുന്നതും. പിന്നീട് പരിച്ഛേദന കൊടുത്തു, അതൊരു മുദ്രയായി കൊടുത്തു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിന്റെ ഉറപ്പ്. അപ്പൊ ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടിയാണ് ഈ മുദ്ര അവിടെ കാണുന്നത്. ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പ്, മുദ്ര.
ഇരമ്യാ പ്രവചനം. ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു കേട്ടു. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം 32-ാം അധ്യായം 10-ാം വാക്യം. 32-ാം അധ്യായം 10-ാം വാക്യം. ആധാരം എഴുതി മുദ്രയിട്ടു. അപ്പോൾ ഇരമ്യാ പ്രവാചകൻ കാവൽപ്പുര മുറ്റത്ത് അടച്ചു കിടക്കുക. ജനം കഷ്ടതയിലാണ്. ദൈവം പറഞ്ഞു, നീ ചിറ്റപ്പന്റെ മകന്റെ നിലം വിലയ്ക്ക് വാങ്ങിക്കണം. വിലയ്ക്ക് വാങ്ങിച്ചു, ആധാരം മുദ്രയിട്ടു, അത് മംഗലത്തിലാക്കി. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഇനിയും ഈ ദേശത്ത് ഇതുപോലെ ക്രയവിക്രയങ്ങൾ നടക്കാൻ പോകുക. അതിനെതിരായിട്ടാണ് ശത്രു വാട കോരിയത്. ഇനിയും ക്രയവിക്രയങ്ങൾ നടക്കും. ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പ്, അതാണ് ഈ മുദ്ര. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം. മുദ്രയിട. അപ്പോൾ ഈ കണ്ട മുദ്രകളെല്ലാം ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടിയുള്ള മുദ്രയാണ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടു എന്ന് പറയുമ്പോൾ അവൻ നമ്മളെ വീണ്ടെടുത്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടി ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടു. മുദ്രയുടെ രണ്ടാമത്തെ പ്രത്യേകത, രാജകൽപ്പന. ഒരു കൽപ്പന ദുർബലപ്പെടുത്താൻ പാടില്ല. അതിന്റെ തെളിവിന് വേണ്ടി മുദ്രയിടും. ഒന്ന്, ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടി മുദ്രയിടും. രണ്ട്, കൽപ്പന ദുർബലപ്പെടുത്താൻ പാടില്ല എന്നതിൻ്റെ ഉറപ്പിന് വേണ്ടി മുദ്രയിടും. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. ആ ആ ആ മുദ്രയിട്ടു. എന്തിനേ മുദ്ര? രാജകൽപ്പന ദുർബലപ്പെടുത്താൻ പാടില്ല. അഹശ്വേരോസ് രാജാവ് ലോകൈക സാമ്രാട്ടായിട്ട് വാഴുന്ന സമയം 120 രാജ്യങ്ങളെ അടക്കി വാഴുകയാണ്. ഈ സമയത്ത് ഹമ്മദാദായുടെ മകനായ ഹാമാന് രാജാവ് സ്ഥാനം കുഴച്ച കൊടുത്തു. എല്ലാ പ്രഭുക്കന്മാരെക്കാളും ഉയർന്ന പദവി കൊടുത്തു. എന്നാൽ മോദെക്കായി എന്ന യഹൂദൻ കൊട്ടാരത്തിന്റെ പടിവാതിക്കലിരിക്കുക മറ്റ് ഭൃത്യന്മാരുടെയൊക്കെ ഇടയിൽ. ഹാമാൻ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് കുമ്പിടും. മോദെക്കായി മാത്രമേ എഴുന്നേക്കത്തുമില്ല, കുമ്പിടത്തുമില്ല. ഉടനെ മറ്റുള്ളവർ പറഞ്ഞു, ഇതിൻ്റെ തലയ്ക്ക് കേടുവരുത്തുന്ന കാര്യമാണ്, ഞങ്ങൾ ചെയ്യുന്ന പോലെ കുമ്പിടുന്നതാ നല്ലത്. മോദെക്കായി പറഞ്ഞു, ഞാൻ യഹൂദനാണ്, ഞാൻ കുമ്പിടത്തില്ല. എന്നാൽ നിന്റെ പ്രവൃത്തി നിൽക്കുമോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. ഇവർ ഈ കാര്യം ഹാമാനെ അറിയിച്ചു. ഞങ്ങളെല്ലാം കുമ്പിടുന്നു, മോദെക്കായി മാത്രം കുമ്പിടുന്നില്ല. അപ്പോൾ ഈ ഹാമാന് മോദെക്കായിയെ മാത്രം കൊല്ലുന്നത് ഒരു ഹീനകാര്യമായി തോന്നി. ഹീനകാര്യം. നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ പറഞ്ഞാൽ ചീള് കേസ് എന്ന് പറയും. ഇത് ചീള് കേസ്. അപ്പൊ ഇവൻ ഒരു ഗൂഢാലോചനയൊക്കെ ഉണ്ടാക്കി രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ, നമ്മുടെ 120 രാജ്യങ്ങളിൽ വേറൊരു ജാതി ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണം നമ്മുടെ ന്യായപ്രമാണത്തിൽ നിന്ന് വിഭിന്നമാണ്. അതുകൊണ്ട് ആ ജാതിയെ വെറുതെ വിടാൻ പാടില്ല. ആ ജാതിയെ മുഴുവൻ കൊല്ലണം. 10,000 താലന്ത് തങ്കം ഞാൻ കൊട്ടാരത്തിൽ ഭണ്ഡാരത്തിൽ തന്നേക്കാം. അപ്പൊ ഇവന്റെ ഈ മഹാമനസ്കതയൊക്കെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഈ തങ്കമൊന്നും വേണ്ട, നീ എന്തുവാന്ന് വെച്ചാൽ ആ ജാതിയോട് ചെയ്തേക്കാൻ പോകും. ഇപ്പൊ ഏത് ജാതി ഏത് കുലമെന്നൊന്നും രാജാവ് അന്വേഷിക്കാൻ പോയില്ല. ഈ ഹാമാൻ രാജാവിൻ്റെ നാമധേയത്തിൽ കൽപ്പന ഉണ്ടാക്കി.
ഈ കൽപ്പന ഉണ്ടാക്കിയതിന്റെ രസം ഈ ജനത്തെ മുഴുവൻ കൊല്ലണം. എന്തു കൊല്ലണം? ചീട്ടിട്ടു. 12 മാസം പേരങ്ങോട്ട് എഴുതി. ആബീബ് മാസം തൊട്ട് നീസാൻ 12ാമത്തെ മാസം വരെ ചീട്ടിട്ട് കുലുക്കിയെടുത്തു. അപ്പം കിട്ടി 12ാം മാസം. ഉടനെ 1, 2, 3 എന്ന് പറഞ്ഞ് 30 ദിവസം എഴുതി, അതും കുലുക്കി ചീട്ടിട്ടു. ഉടനെ കിട്ടി 13ാം തീയതി. അപ്പൊ ചീട്ടിട്ടാണ് ജനത്തെ കൊല്ലാൻ തീരുമാനിച്ചത്. 12ാം മാസം 13ാം തീയതി മുഴുവൻ ജനത്തെയും കൊല്ലണം. കൽപ്പന പുറപ്പെട്ടു. രാജാവ് കോപിച്ചാൽ അന്നേരം രാജ്ഞിയുടെ കഴുത്തു പോകുന്ന കാര്യം. പക്ഷേ രാജാവിന് അവളോട് പ്രീതി തോന്നി. ഉപവസിക്കുന്ന ജനത്തോട് പ്രീതി തോന്നിപ്പിക്കത്തക്കവണ്ണം രാജാക്കന്മാർ ഹൃദയത്തെ നീർത്തോട് കണക്കെ വഴിതിരിച്ചു വിടുവാൻ ദൈവത്തിന് കഴിവുണ്ട്. ഉപവാസം വൃഥാവല്ല. ഉപവസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നുണ്ട്. സ്തോത്രം. രാജാവ് പൊഞ്ചങ്കോ നീട്ടിയിട്ട് ചോദിച്ചു, രാജ്ഞി നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിൽ പകുതിയാണേലും തന്നേക്കാം. അവൾക്ക് വേണ്ടത് രാജ്യത്തിൽ പകുതിയല്ല, രാജാവിനെ തന്നെ വേണം. ഉടനെ അവള് പറഞ്ഞു, ഞാനൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്. രാജാവും ഹാമാനും വരണം. തരണമെന്നല്ല അവൾ പറഞ്ഞത്, വരണം. നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തുക പ്രാർത്ഥിച്ച് 10-15 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ വീട്ടിൽ. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടൊന്ന് ചിന്തിക്കണം, എന്തുവാ നമ്മുടെ പ്രാർത്ഥനയുടെ ആകത്തുക എന്തുവാ? ഞാൻ പറയാം, തരണം. ഈ വരണോന്ന് അത്ര പേര് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ബൈബിളിലെ ഒടുവിലത്തെ പ്രാർത്ഥന തരണമെന്നല്ല, വരണം. ഇത് സാക്ഷീകരിക്കുന്നവൻ ഇതാ ഞാൻ വേഗം വരുന്നു. സഭയുടെ പ്രാർത്ഥനയാണ്, ആമീൻ കർത്താവേ വരണമേ. തരണമെന്നല്ല പ്രാർത്ഥിച്ചത്, വരണമെന്നാണ്. ഉടനെ ഹാമാനും രാജാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, വിരുന്ന് നടക്കുക. രാജാവിൻ്റെ ചോദ്യം ആവർത്തിക്കപ്പെട്ടു, എന്താ രാജ്യം നിന്റെ ആഗ്രഹം എന്താ? രാജ്യത്തിൽ പകുതിയാണെങ്കിലും തന്നേക്കാം. അവൾ പറഞ്ഞു, ഞാൻ ഇനിയും ഒരു വിരുന്ന് വെച്ചേക്കും. ആ വിരുന്നിന് രാജാവ് ഹാമാനും വേണം. വിരുന്ന് കഴിഞ്ഞ് ഹാമാൻ സന്തോഷത്തോടെ പോകുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു, കുമ്പിടുന്നു. മോർദെഖായി മാത്രം എഴുന്നേറ്റുമില്ല, കുമ്പിട്ടുമില്ല. ഞാൻ ദേഷ്യത്തോടെ വീട്ടിൽ ചെന്ന ഭാര്യയായ സേദസിനോടും ഭൃത്യന്മാരോടും പറഞ്ഞു, രാജ്ഞി ഒരിക്കൽ വിരുന്നിന് എന്നെ മാത്രമേ രാജനോടൊപ്പം വിളിച്ചുള്ളൂ. പക്ഷേ ആ മോർദെഖായി കാരണം എനിക്ക് സന്തോഷ സമാധാനവും ഇല്ല, എഴുന്നേൽക്കുന്നില്ല, കുമ്പിടുന്നില്ല. ഉടനെ അവർ പറഞ്ഞു, ഇത്രയുള്ള കാര്യം, 50 മുഴ ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കാം. നാളെ രാവിലെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് അനുവാദം ചോദിച്ചു മോർദെഖായി രാവിലെ തൂക്കിക്കയറ്റണം. വൈകുന്നേരം സന്തോഷത്തോടെ നിനക്ക് വിരുന്ന് പോകാം. അന്ന് രാത്രിയിൽ ഹാമാൻ്റെ വീടിൻ്റെ മുറ്റത്ത് 50 മുഴ ഉയരമുള്ള കഴുകുമരം പണിയുക. ആ രാത്രി രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായി. ഭക്തനെതിരായി കഴുകുമരം പണിയുമ്പോൾ ഉറങ്ങാതിരിക്കുന്ന ഒരു രാജാവ് നമുക്കായി സ്വർഗ്ഗത്തിൽ ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് കാണുന്ന ഒരു രാജാവുണ്ട്. ഭക്തനെതിരായി ആര് കഴുകുമരം പണിതുണ്ടാക്കിയാലും കഴുകിൽ കയറ്റാൻ ശ്രമിച്ചാലും ഉറങ്ങാതെ ജാഗരിക്കുന്ന ഒരു രാജാവ്, ഒരു നിത്യ രാജാവ് നമുക്കുണ്ടെന്നുള്ളത് നമുക്ക് ധൈര്യത്തിന് വക നൽകുന്ന കാര്യമാണ്. സ്തോത്രം. രാജാവ് വള്ളിമത്തേ കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. ഏതായാലും രാജാവ് ഒരു നല്ല രാജാവ്. ഈ ഉറക്കാൻ വരാതിരുന്നപ്പോൾ പുസ്തകം വായിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഉറക്കാൻ വരാതിരുന്നാൽ എന്തോ ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ അങ്ങ് ചിന്തിച്ചാൽ മതി, എന്തൊക്കെ ചെയ്യുമെന്ന്. ഈ മനുഷ്യൻ പുസ്തകം വായിച്ചു. ചിലത് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ ആദ്യക്കൂടെ പതാക്കം വണ്ടി എടുത്ത് അങ്ങ് പോവും. സിറ്റി ഒന്ന് കറങ്ങിയേച്ച് വരും. ഉറക്കം വരുന്നില്ല. ലോകം മനുഷ്യനാണ് പിന്നെ സിനിമ കാണാൻ പോകും. ഈ മനുഷ്യൻ പുസ്തകം വായിച്ചു. അതാണ് ഏറ്റവും നല്ലത്. വായിക്കാൻ കൊള്ളാവുന്ന ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ഇതെടുത്ത് അങ്ങ് വായിക്കണം. വായിച്ചു വന്നപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ കയ്യേറ്റം ചെയ്യാൻ 2 ഷണ്ണന്മാർ ഗൂഢാലോചന നടത്തി. മോർദെഖായി അത് എസ്തേറിനോട് പറഞ്ഞു, ഇങ്ങനെ ഗൂഢാലോചന നടക്കുന്നുണ്ട്, രാജാവിനോട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയാൻ പറഞ്ഞു. ഈ എസ്തേർ മോർദെഖായിയുടെ നാമധേയത്തിൽ രാജാവിനോട് പറഞ്ഞു. രാജാവ് അന്വേഷണം എടുത്തപ്പോൾ സംഭവം ശരിയാ. ആ
2 ഷണ്ണന്മാരെ ബിഗ്ദാനും തേരസും അവരെ കയറ്റി. ഇതെല്ലാം എഴുതി വെച്ചേക്കാം പുസ്തകത്തിൽ. ഈ സഹായം ചെയ്ത മോദെക്കായ്ക്ക് എന്തെങ്കിലും കൊടുത്തതായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. ഉടനെ രാജാവ് അന്വേഷണം നടത്തി. കൊട്ടാരം വക വല്ലതും കൊടുത്തോ അവന് പ്രതിഫലം? ഷണ്ണന്മാർ പറഞ്ഞു ഒന്നും കൊടുത്തില്ലെന്ന്. മഹാകഷ്ടമായിപ്പോയി. രാവിലെ നേരം വെളുക്കട്ടെ, എന്നെ സഹായിച്ച മോദെക്കായെ ബഹുമാനിക്കണം. നേരം വെളുക്കാൻ ഹാമാൻ കാത്തിരുന്നു മോദെക്കായെ കഴുകിക്കയറ്റാൻ. കഴുകുമരം പണിത് വെച്ച ഹാമാനിങ് വന്നു. രാജാവ് മുഖപത കൂടാതെ ഒറ്റ ചോദ്യം. രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷൻ എന്ത് ചെയ്യണം? ആ വിഡ്ഢി വിചാരിച്ചു എന്നെ അല്ലാതെ പിന്നെ ആദ്യമായി രാജാവ് ബഹുമാനിക്കാൻ പോകും. ഒരു നീണ്ട പട്ടിക അങ്ങോട്ട് അവതരിപ്പിച്ചു. 1, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റണം. വേറെ കുതിരയായ പോരാ, രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റണം. 2, രാജാവ് ധരിച്ചിരിക്കുന്ന രാജവസ്തു അണിയിക്കണം. വേറെ ഉണ്ടാക്കിയാൽ പോരാ, രാജാവ് ധരിച്ചിരിക്കുന്ന രാജവസ്തു അണിയിക്കണം. 3, രാജാവിൻ്റെ കിരീടം അവൻ്റെ തലയെ വയ്ക്കണം. എന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷേ ഇവനെ രാജാവാക്കണമെന്നാണ് ഈ പറയുന്നത്. രാജാവിൻ്റെ അതിശ്രേഷ്ഠ ഭക്തന്മാരിൽ ഒരുത്തൻ വേണം ഈ കിരീടം വയ്ക്കേണ്ടത്, രാജവസ്തു അണിയിക്കേണ്ടതും കുതിരപ്പുറത്ത് കയറ്റേണ്ടതും. എന്നിട്ട് ഇവനെ പട്ടണത്തിന് വലം വയ്പ്പിക്കണം. വലം വയ്പ്പിക്കുമ്പോൾ ഇവൻ വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിപ്പാനിച്ചിരിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും, രാജാവ് ബഹുമാനിപ്പാനിച്ചിരിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും. ഉടനെ രാജാവ് പറഞ്ഞു, ഞാൻ ബഹുമാനിക്കാൻ പോകുന്നത് നമ്മുടെ പടിവാതിക്കലിരിക്കുന്ന മോദെക്കായി വെള്ളിടി ഏറ്റവുമല്ലായി. നീയാണ് എൻ്റെ അതിശ്രേഷ്ഠ പ്രഭു, അവിടെ ചെയ്യേണ്ടതെല്ലാം നീ ആകട്ടെന്ന് പറഞ്ഞു. അടുത്ത അടിയേറ്റു. ഇത് ചെയ്യാൻ അവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ രാജാവ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞതിലൊന്നും കുറച്ച് കളഞ്ഞേക്കരുത്. ഇത് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഇവൻ എന്തെങ്കിലും വെട്ടിക്കൊതച്ചന്. മഹാനായ രാജാവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെട്ടിക്കൊതയ്ക്കുവാൻ ഹാമാന്യ ശക്തികളെ അനുവദിക്കുന്നവനല്ല നമ്മുടെ രാജാവ്. 2015 ദൈവ പൈതലെ, നിന്റെ ഭവനത്തിൽ വെളിപ്പെടേണ്ട നന്മ, നിന്റെ തലമുറയിൽ വെളിപ്പെട്ടു വരേണ്ട നന്മ അത് കുറയ്ക്കത്തില്ല. കുറയ്ക്കാൻ പിശാചിനെ ദൈവ സമ്മതിക്കത്തുമില്ല. സ്തോത്രം. രക്തം ജയം. ഹാമാൻ ഇതെല്ലാം മോദെക്കായോട് ചെയ്തു. നാണം കെട്ട ഇവൻ തലയും മൂടി ഇവൻ വീട്ടിൽ പോയി. നമ്മൾ വല്ലതാണെങ്കിൽ പോയ പോക്ക് പോയിച്ചു മൂടി കിടന്നേന്. പക്ഷേ എനിക്ക് ഈ മനുഷ്യനോട് അല്പം പോകാനുമുണ്ട്. അതിൻ്റെ കാരണം ചെന്ന ഉടനെ ഭാര്യയായ സേതസിനെ വിളിച്ച് ഭൃത്യന്മാരെ വിളിച്ച നടന്ന നാണം കെട്ട കാര്യം മുഴുവനും വിവരിച്ചങ്ങോട്ട് പറഞ്ഞു. നമ്മളാണെങ്കിൽ വല്ല പൊണ്ണക്കാര്യം ഉണ്ടെങ്കിൽ പപ്പൻ തോവിലും പിടിപ്പിച്ച് പതഞ്ഞു പിടിപ്പിക്കും. ഇതുപോലെ നാണം കെട്ട കാര്യമാണെങ്കിൽ മിണ്ടാട്ടുമില്ല, ഉതിയാട്ടുമില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സേതസും കൂട്ടിയതും പറഞ്ഞത്, അവന് യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കാൻ പോകുന്നില്ല. ഇന്നലെ പറഞ്ഞ എന്തുവാ? കഴുകിക്കയറ്റാവും. ഇന്നിപ്പം പറയുന്നത് എന്തുവാ? നീ ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിന് ആള് വന്നു, വിരുന്നായി വേഗം വാ. വിരുന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജാവിൻ്റെ ചോദ്യം ആവർത്തിക്കപ്പെട്ടു. രാജ്ഞി, നിന്റെ ആഗ്രഹം എന്ത്? രാജ്യത്തിൽ പകുതിയാണേലും തന്നേക്കാം. ഇവൾ പതുക്കെ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഹാമാൻ ആകെ എന്തോ ഒരു വെളുത്തിങ്ങനെ ഇരിക്കുക. പകലത്തെ ഈ സംഭവം എല്ലാം കൂടെ കഴിഞ്ഞ വീട്ടിലെ ഭാര്യയുടെയും ഭൃത്യന്മാരുടെയും വാക്കും കേട്ട ഇപ്പം രാജ്ഞിക്ക് മനസ്സിലായി, വിവരം അവതരിപ്പിക്കാൻ പറ്റിയ സമയം. നിന്റെ ആഗ്രഹം. രാജ്യയുടെ മറുപടി ശ്രദ്ധിച്ചോണം. എന്നെയും എൻ്റെ ജാതിയെയും കൊന്നു മുടിക്കാൻ കൽപ്പന ബോധപ്പെട്ടിരിക്കുന്നു. ഉടനെ രാജാവ് ആകോടി അന്താളിച്ചു, എടാ എൻ്റെ രാജ്ഞിയെ കൊല്ലാൻ ആര് കൽപ്പന ബോധപ്പെട്ടിച്ചു? അത് ഏത് രാജാവ്? യഹൂദന്മാരെ മുഴുവൻ കൊല്ലാനാണ് കൽപ്പന. മോദെക്കായി എസ്തേറിനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കുലവും ജാതിയും ആരോടും പറഞ്ഞേക്കരുത്. അപ്പോൾ ഇവൾ ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് രാജാവിന് പോലും അറിയത്തില്ല.
കൽപ്പന എന്തുവാ? മുഴുവൻ യഹൂദ ജാതിയെ കൊല്ലണം. ഈ കൽപ്പന നടന്നാൽ ആദ്യം കത്തി കഴുത്തിന് വീഴേണ്ടത് എസ്തേന്റെ കഴുത്തിനാ. ഇപ്പൊ രാജാവ് ചോദിച്ചു, അതാ ആ മനുഷ്യനായത് എന്റെ ധാന്യെ കൊല്ലാൻ? ഇവിടെ പറഞ്ഞ് വിറ്റ് കളഞ്ഞിരുന്നു എങ്കിൽ പ്രതിശാന്തിക്ക് വഴിയുണ്ടായിരുന്നു. ഞാൻ പറയത്തില്ല, ഇത് ഞങ്ങളെ വിറ്റ് കളയാനല്ല കൽപ്പന, കൊന്നു കളയാൻ. അതെ, ഏതാ? ഉടനെ അടുത്തുനിന്ന് ഹാമാനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ നീചനും ദുഷ്ടനുമായ മനുഷ്യൻ ഈ ഇരിക്കുന്ന ഹാമാനാന്ന്. രാജാവ് നെട്ടിപ്പോയി, ഹാമാൻ അതിലധികം ഞെട്ടിപ്പോയി. അപ്പോഴാ ഹാമാന്റെ കണ്ണ് കളിഞ്ഞത് രാജ്ഞി യഹൂദ സ്ത്രീയാന്ന്. ശത്രു എത്ര വലിയവനാണേലും അവനെ തകർക്കാൻ ഒരു പഴുത് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവൻ എത്ര ശക്തനാകട്ടെ, അവനെ തകർക്കാൻ ഒരു പഴുത് ദൈവം നമുക്കായിട്ട് ഇട്ടിരിക്കും. നിന്നെ തകർക്കുവാൻ ശത്രു എത്ര പ്രബലനാകട്ടെ, ഇന്ന് രാത്രിയിൽ അവനെ തകർക്കാൻ പഴുത് കണ്ടെത്തി നാം അവന്റെ മേൽ ജയമെടുക്കുന്ന വൽക്കാലമാണ്. ചൂടലാബലാബ ശന്തലാലാബഷ് വൈബനാബലാബ ശന്തലാലാബഷ്. സ്തോത്രം. രക്തം ജയം. രാജാവ് കോപിച്ച ഉദ്യാനത്തിലേക്ക് പോയി. ഹാമാന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. ഇനി രാജ്ഞിയുടെ കാല് പിടിച്ചാലേ രക്ഷയുള്ളൂ. രാജ്ഞി മെത്തേലിരിക്കുക, അവിടെ കാല് പിടിക്കാൻ വേണ്ടി ഇവൻ മെത്തേലും കവിണു. ഈ സമയത്താണ് രാജാവ് കയറി വരുന്നത്. ഇപ്പൊ രാജാവ് കാണുന്ന കാഴ്ച, രാജ്ഞിയിരുന്ന മെത്തേ കമിണ്ണ ഹാമാൻ കിടക്കുന്നു. ഇപ്പൊ രാജാവിന് തെറ്റിദ്ധാരണയായിപ്പോയി. ഇത് പറഞ്ഞത് കൊണ്ട് ഇവൻ എന്റെ രാജ്ഞിയെ കയ്യേറ്റം ചെയ്യാൻ പോവാന്ന ഈ മനുഷ്യനങ്ങ് തോന്നി. ആ, എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്റെ രാജ്ഞിയെ കയ്യേറ്റം ചെയ്യാൻ പോകുന്നു. അത് തെറ്റിദ്ധാരണയാകുന്നു. കയ്യേറ്റം ചെയ്യാൻ പോയതല്ല, കാല് പിടിക്കാൻ പോയത്. ഇത് പറയുകയും ഷണ്ണന്മാർ ഇവനെ ബന്ധിക്കുകയും ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞു, ഇവന്റെ വീടിന്റെ മുറ്റത്ത് കഴുകുമതമുണ്ട്. രാജാവ് പറഞ്ഞു, കയറ്റിയേക്കാൻ പോകും. ഭക്തനെതിരായി പണിത കഴുകുമതത്തിൽ പണിതവനെ തന്നെ കയറ്റിക്കൊണ്ട് ദൈവം തന്റെ നീതി വെളിപ്പെടുത്തി എങ്കിൽ, സ്തോത്രം, ഉപവസിക്കുന്ന ജനത്തിന് വേണ്ടി, ആരാധിക്കുന്ന ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നുണ്ട്. സ്തോത്രം. ചൂടാലാവ ശന്താലായ വൈശലച്ച മുട്ടകട്ട വെട്ടിലച്ച രക്തം ജയം. രാജ്ഞിയോട് ചോദിച്ചു, പിന്നെ നിന്റെ ആഗ്രഹം എന്താ? അവന്റെ 10 മക്കളെയും തൂക്കി. രേഖ മാറ്റി എഴുതണം. രേഖ മാറ്റി എഴുതി, അതിലും മുദ്ര പതിപ്പിച്ചു. 8-ാം അധ്യായം 8-ാം വാക്യം. 8-ാം അധ്യായം 8-ാം വാക്യം. മുദ്രയിടാൻ പറഞ്ഞു. ആ ജനത്തെ തൊടാൻ പാടില്ല. യഹൂദ ജനത്തെ തിരിച്ചു കൊള്ളയിടാം, തിരിച്ചു കൊള്ളയിടാം. ഇപ്പൊ 12-ാം മാസം 13-ാം തീയതി ഇസ്രായേൽ മക്കളെ തൊടാൻ പോലും അനുവാദമില്ല. പക്ഷെ ഇവര് തിരിച്ചു കൊള്ളയിടാൻ തുടങ്ങി. ശൂശൻ പട്ടണത്തിൽ തന്നെ 1000കണക്കിന് പേരെ വെട്ടിക്കൊന്നു കളഞ്ഞു യഹൂദന്മാർ. ഉടനെ അവരെല്ലാവരും കൂടെ പേടിച്ച് ചിലതങ്ങ് യഹൂദന്മാരായി. കൊല്ലാൻ വരുമ്പോ ഇവൻ പറയും, ഞാൻ യഹൂദനാന്ന് പറഞ്ഞു. യഹൂദനെ മുഴുവൻ കൊല്ലാൻ കൽപ്പന വന്ന സ്ഥാനത്ത് യഹൂദന്മാരിൽ ഒരു വ്യക്തി പോലും കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, യഹൂദന്റെ സംഖ്യയുടെ എണ്ണവും കൂടി. രേഖ മാറ്റി എഴുതുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന ശേഷം ഭാഗം വൈകിട്ട് ചിന്തിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. സ്തോത്രം, സ്തോത്രം. ചെയ്ത പ്രവൃത്തിയുടെ ഉറപ്പിന് വേണ്ടിയാണ് മുദ്ര. 2, രാജകൽപ്പന ദുർബലപ്പെടുത്താൻ പാടില്ല. നമ്മുടെ കുരുവാക്യം, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കൽപ്പന, അതിനെ ദുർബലപ്പെടുത്താൻ പാടില്ല. ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ഹാമാൻ എത്ര തന്ത്രപൂർവം കാര്യങ്ങൾ
കരിനീക്കം ചെയ്തെങ്കിലും അവനെ തകർക്കാൻ ഒരു പരിധി ദൈവം മാറ്റിവെച്ചതുപോലെ ശത്രുവിനെ തകർക്കുവാൻ നമുക്കൊരു വിടവ് കണ്ടെത്താൻ കഴിയും. ഗോലിയാത്ത് ശക്തനാകട്ടെ, ശരീരം മുഴുവൻ മൂടിപ്പൊതിഞ്ഞ് വരട്ടെ, അവനെ തകർക്കാൻ, അവനെ നെറ്റിയിൽ ഒരു പഴുത് കണ്ടെത്തുവാൻ ദാവീദിന് കഴിഞ്ഞതുപോലെ ദൈവത്തിലെ നിനക്കെതിരായി എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശത്രു ശക്തികളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തകർക്കുന്ന പകൽക്കാലമാണ്. അധികാരമുള്ള യേശുവേ നാമത്തിൽ രക്തം ജയം. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പകൽക്കാലവും കർത്തൃപാർവിടത്തിലായിരിക്കാൻ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് തന്റെ വലിയ രൂപത്തിനെ നമ്മുടെ മധ്യ അയച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവ ശബ്ദങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ശുദ്ധ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്ന ആത്മാവിൽ നമ്മെ ബലപ്പെടുത്തുന്ന, ആത്മാവിൽ നമ്മെ ശക്തീകരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവശബ്ദ പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാനിടയായല്ലോ. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വീണ്ടെടുപ്പ് നാളേക്ക് മുദ്രയിട്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ നമ്മെ ഓർപ്പിക്കാനിടയായല്ലോ. എഫേസ്യ ലേഖനത്തിന്റെ ശ്രേഷ്ഠത എന്തെന്നുള്ളത് അല്ല, ദൈവത്തിന്റെ ആത്മാവ് അക്കമിട്ട് നമ്മുടെ മധ്യയെ നിരത്തി വയ്ക്കുവാനിടയായല്ലോ. ഹല്ലേലൂയ. മുദ്രയുടെ ശ്രേഷ്ഠത എന്തെന്ന്, നമ്മെ മുദ്രയിട്ടിരിക്കുന്നതിന്റെ പ്രത്യേകത എന്തെന്ന്, അത് ഉറപ്പുള്ളതെന്ന്, മാറാത്തതെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കേൾപ്പാനിടയായല്ലോ. കേൾക്കപ്പെട്ട വചനം നമ്മെ തന്നെ ഏൽപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. കർത്തൃത്വത്തിന്റെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന രാത്രികാലം കർത്താവ് കരങ്ങൾ എടുക്കുവാൻ, വചനത്തിന്റെ വാതിൽ തുറക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിപ്പാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. പൂർണ്ണമായി ഉപസിക്കുന്ന, ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവസ്ഥനെ താണ്ടിരിക്കുന്നവർക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, മാതാപിതാക്കളെ, വാർത്തത്തിലുള്ളവരെ നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ കർത്താവിന്റെ വലിയ സംരക്ഷണം ദൈവസഭയ്ക്ക്, കുടുംബങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർ കർത്താവ് കൽപ്പിക്കുവാൻ, നമ്മുടെ ഗമനാഗമനങ്ങളുടെ ദൈവസ്ഥാനത്തെ കൽപ്പിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നായകരങ്ങളുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പകൽക്കാലം കർത്താവ് നമ്മെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.